ശ്രീനിവാസന്റെ ഒരു സിനിമയിൽ ഒരു ഹോട്ടലിൽ ചെന്ന് കട്ടിങ്ങും ഷേവിങ്ങും എന്ന് പറഞ്ഞ് പാർവതി നായികയെ പൊട്ടിച്ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ശ്രമം പാഴായി പോയൊരു സീൻ നമ്മൾ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോഴും 90s കിഡ്സിന് മാത്രമല്ല വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമ ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ, കുട്ടികൾ വരെ കാണുമ്പോഴും, ജെൻസി കുട്ടികളൊക്കെ കാണുമ്പോഴും പൊട്ടിച്ചിരിക്കുന്ന ഒരു സീൻ തന്നെയാണല്ലേ. അപ്പോൾ ഈ ഹോട്ടലിൽ ചെന്ന് നമുക്ക് കട്ടിങ്ങും ഷേവിങ്ങും പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ബാങ്കിൽ ചെന്ന് നമുക്ക് അരിയും അവലും ചോദിക്കാൻ പറ്റുമോ? പറ്റും. ആ കഥയാണ് പറയാൻ പോകുന്നത്. അരിയും അവലും വിപണിയിലിറക്കി കോഴിക്കോട് നോർത്ത് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും കൃഷി ചെയ്ത നെല്ലിൽ നിന്നുള്ളതാണ് അരിയും അവലും. വിപണന ഉദ്ഘാടനം കൺസ്യൂമർ ഫെഡ് മുൻ ചെയർമാൻ എം മെഹബൂബ് നിർവഹിച്ചു. ആ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് നോർത്ത് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരും ജീവനക്കാരും കുടുംബാംഗങ്ങളും ചേർന്ന് 3 ഏക്കറിൽ ജൈവ കൃഷിയിലൂടെ വിളയിച്ച ഉമാനെല്ലിൽ നിന്നുള്ളതാണ് അരിയും അവലും. CNSCB എന്ന പേരിലാണ് ഇവ വിപണിയിലിറക്കിയത്. കരുവശ്ശേരി നടന്ന ചടങ്ങിൽ വിപണനോദ്ഘാടനം കൺസ്യൂമർ ഫെഡ് മുൻ ചെയർമാൻ എം മെഹബൂബ് നിർവഹിച്ചു. മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ സഹകരണ ബാങ്കിനെ മെഹബൂബ് അഭിനന്ദിച്ചു. ബാങ്ക് കൃഷി കാര്യങ്ങളൊക്കെ ധാരാളം നടത്തിയിട്ടുണ്ട്, കൊടിയത്തൂർ ബാങ്കൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ബാങ്കിലെ ജീവനക്കാർ ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട്, ബാങ്കിലെ ജീവനക്കാർ മുഴുവൻ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു കൃഷി, അത് ചിലപ്പോൾ കേരളത്തിലെ മാതൃകാപരമായ ഒന്നാമത്തെ സംരംഭമായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം സുരക്ഷിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പാട്ടത്തിനടുത്ത വയലിൽ കൃഷി ഇറക്കിയത്. ബാങ്ക് പ്രസിഡന്റ് ഇ പ്രേംകുമാർ. നവകേരള നിർമ്മാണത്തിന്റെ ഭാഗമായി കേരളത്തിലെ സഹകരണ മേഖല കേരളത്തിലെ എല്ലാ മേഖലയിലും ഇടപെടണം എന്നുള്ളതാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് ശിരസാ വഹിച്ചുകൊണ്ട് കാലിക്കറ്റ് നോർത്ത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കാർഷിക മേഖലയിലേക്ക് ഒരു ചൂട് വെക്കുകയാണ്. കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി പുഞ്ചപ്പാടത്തായിരുന്നു ജൈവ നെൽകൃഷി. വിത്തിറക്കലും പരിപാലനവും വിളവെടുപ്പുമെല്ലാം ബാങ്ക് ജീവനക്കാരും കുടുംബാംഗങ്ങളും ചേർന്നാണ് നിർവഹിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.